ഹലോ ഗൈസ്, അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളൊരു മിനി വ്ളോഗായിട്ടാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, ബിഗ് ബോസ് കണ്ടൻറ്റൊക്കെ ചെയ്തിട്ട് മടുത്തന്നേ. വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയോ, പുറത്തൊക്കെ കറങ്ങണ്ടേ? ജസ്റ്റ് പുറത്ത് കറങ്ങാനല്ല ഞാൻ വന്നത്, എൻ്റെ ഒരു ആവശ്യത്തിനാണ്. അപ്പം അതൊക്കെ ഞാൻ വഴിയാ പറയാം. സംഭവം ഈ സ്ഥലം എന്ന് വെച്ചാൽ നമ്മൾ കണ്ണൂർ പയ്യാമ്പലമില്ലേ, അവിടെ നിന്ന് 20 മീറ്ററേ ഉള്ളൂ. അതായത് കടൽക്കരയിലാണ്, അതുകൊണ്ട് തന്നെ നല്ലൊരു ആംബിയൻസ് ആണ്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഇതൊരു ചെറിയൊരു വ്ളോഗ് ചെയ്താലോ എന്ന്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണൂർക്കാർക്ക് ഇതൊന്നും വലിയ പുത്തിരിയൊന്നുമല്ല. പക്ഷേ എന്നെ പോലത്തെ പെൺകുട്ടികളെ സംബന്ധിച്ച്, അതായത് കല്യാണം കഴിഞ്ഞ് കുട്ടിയൊക്കെ ആയി വീട്ടിൽ തന്നെ ഇരുന്ന് കുത്തിരുന്ന് അങ്ങനെയൊക്കെ ഒരു ഡിപ്രഷനിലോട്ടിൽ കടന്നുപോയ ആൾക്കാരായിരിക്കും. പക്ഷേ നമുക്ക് ഈ ഒരു അവസരം വന്നപ്പോൾ എന്താ പറയുക, വീട്ടിൽ കുട്ടിയുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ബാക്കോട്ട് പോയില്ല, മുന്നോട്ട് തന്നെയാണ് പോയത്. അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് ഭയങ്കര ഒരു അവസരം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നല്ലൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കും കൂടി ഒരു അനുഭവം പങ്കിടാമല്ലോ. സംഭവം എന്ന് വെച്ചാൽ ഇതൊരു കണ്ണൂർ ക്ലബ്ബ്, അത് കണ്ണൂർക്കാർക്ക് അറിയാം. അത് എന്ന് വെച്ചാൽ നമുക്കിത് ലൊക്കേഷനൊക്കെ ഇവർ നെറ്റിലുണ്ട്. അതായത് നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. കണ്ണൂർ ക്ലബ്ബ് എന്ന് പറയുക. ഇതൊരു റെസ്റ്റോറൻ്റാണ്. അതുമാത്രമല്ല ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ്. ഞങ്ങൾക്ക് ഇവിടെ എന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നതാണ്. അതായത് ഒരു ഗെറ്റ് ടുഗദർ പ്രോഗ്രാമാണ്. ഇവരുടെ കോൺഫറൻസ് ഹാളിലാണ് ഗെറ്റ് ടുഗദർ ഉള്ളത്. അതായത് ഞങ്ങളോട് പറഞ്ഞു ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ്, പേയ്മെൻറ്റ് ബേസ്ഡ് ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ചാരിറ്റിക്കായാലും പേയ്മെൻറ്റിനായാലും പിന്നെ പാട്ട് പാടാൻ ഇവിടേക്ക് ഞാൻ കഴിഞ്ഞ പ്രോഗ്രാമിന് പോയാലോ വ്ളോഗ് ഇട്ടിനല്ലോ, അതുപോലെ ചെറിയ ചെറിയ പ്രോഗ്രാം ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഭാവയും കൊണ്ടാണ് പോവുക. അപ്പം അച്ഛനുണ്ടാകും, പിന്നെ അല്ലെങ്കിൽ അമ്മയുണ്ടാകും, ഏതെങ്കിലും ഒരാളുണ്ടാകും. സംഭവം എന്ന് വെച്ചാൽ നമുക്ക് എത്ര വലിയ ഇതൊരു വലിയ പ്രൊഫഷനായിട്ടൊന്നും എടുക്കാൻ കഴിയില്ലെങ്കിലും സൈഡായിട്ട് നമുക്ക് മണി ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഞാൻ വീട്ടിൽ തന്നെയല്ലേ, അപ്പോൾ ഒരു റിഫ്രഷ്മെൻറ്റും കിട്ടും. അതേ മറിച്ചിട്ട് നമ്മൾ പുറത്ത് പോയി എന്നുള്ള ഒരു ഹാപ്പിനെസ്. പിന്നെ സൺഡേയ്സ് ആണ്, അടിപൊളിയായിരിക്കും. വാവ ഉണ്ട്, പക്ഷേ വാവക്ക് അവിടെ ഒരു റെസ്റ്റോറൻറ്റിലായിക്കൊണ്ട് തന്നെ നല്ല ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ അവിടെ എന്ന് വെച്ചാൽ അവരെ എൻജോയ്മെൻറ്റ് ചെയ്യിപ്പിക്കുക. അവരെന്ന് വെച്ചാൽ വലിയ ഗ്രൂപ്പായിരുന്നു കേട്ടോ. ഗെറ്റ് ടുഗദറിന് എല്ലാ കൊല്ലവും ഇതേപോലെ നല്ല പരിപാടികളെ സംഘടിപ്പിക്കും, എൻജോയ്മെൻറ്റ് ചെയ്യും. അങ്ങനത്തെ ഇപ്പോൾ എന്തൊക്കെ കണ്ടപ്പോൾ എനിക്കും തോന്നി ഞങ്ങളുടെ ബാച്ചൊക്കെ ഒരിക്കൽ ഗെറ്റ് ടുഗദർ വെക്കണമായിരുന്നു. ഇതുപോലത്തെ സ്ഥലത്ത് വെച്ചില്ലെങ്കിലും ഒരു ചെറിയ ഗെറ്റ് ടുഗദറിങ് നമുക്ക് വെക്കണമെന്ന് തോന്നി. അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര എൻജോയ് ചെയ്തു കേട്ടോ. അവർ പറഞ്ഞു ഞങ്ങൾ നല്ല രസമുണ്ട്, നല്ലോണം പാട്ട് പാടി, അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല റിവ്യൂസ് ആയിരുന്നു. അവർ നല്ലോണം എൻജോയ്മെൻറ്റ് ചെയ്തിരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വന്നത് ഞങ്ങളുടെ ഒരു സുഹൃത്താണ്, അവരാണ് എന്നെ വിളിച്ചത്. കാരണം നമ്മളൊരു ട്രൂപ്പായിട്ട് പോകുന്നതാണ്. പക്ഷേ അവിടെ ട്രൂപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, 2 ആൾ മതിയാകും. കാരണം അവർ ചെറിയൊരു പ്രോഗ്രാം ആണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു ചെറിയൊരു മട്ടത്തിലാണ്, അപ്പോൾ അവർ 2 ആൾ മാത്രം മതിയാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് 2 ആൾ മാത്രം പോയത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നല്ല എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറേ കാലം കൂടിയിട്ടാണ് ഇങ്ങനെ നല്ലൊരു ആംബിയൻസിൽ പ്രോഗ്രാമൊക്കെ കിട്ടുന്നത്. ഈ പ്രഗ്നൻസി ആയ ടൈമിന് ഒരുപാട് പ്രോഗ്രാം വന്നിരുന്നു, ഒന്നിനും പോകാൻ പറ്റിയിട്ടില്ല. അതിന് ഭയങ്കര സങ്കടമുണ്ട്. അതെല്ലാം ഇതുവഴി ഞാൻ മാറ്റിയെന്നും. പിന്നെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ വിളിക്കാൻ പഠിക്കും. പക്ഷേ എന്നിട്ടും എനിക്ക് എൻ്റെ അച്ഛൻ്റെ ഒരു ബലത്തിൽ ഞാൻ പോയി. അച്ഛൻ പറഞ്ഞു ഞാൻ ഭാവനെ പിടിച്ചോളാം, നീ പാടിയിട്ട് വാ. പിന്നെ അവിടെ ഒരു റെസ്റ്റോറൻറ്റൊക്കെ തന്നെയല്ലേ, അവിടെ സ്റ്റേയിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഫീഡ് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ ബ്രേക്ക് വന്നപ്പോൾ ഫുഡിൻ്റെ ബ്രേക്കായിരുന്നു. കിട്ടിലും ഫുഡാണ് കേട്ടോ ഗൈസ്, പറയാതിരിക്കാൻ വയ്യ. ഇവരെ സർവീസ് അടിപൊളിയാണ്. എന്ത് രസമാണെന്നറിയോ. പനീറുണ്ടായിരുന്നു, പിന്നെ എന്തൊക്കെയോ ഞാനതൊക്കെ ഒന്നും കഴിക്കില്ല. നെയ്യുള്ള എല്ലാ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പൊറോട്ട എന്ന് പറഞ്ഞാൽ അല്ല എപ്പോൾ കഴിക്കുന്നത്. എനിക്ക് ഉച്ചയ്ക്ക് ചോറൊക്കെയാണ് നിർബന്ധമാണ്. അതുകൊണ്ട് ഞാൻ റൈസാണ് എടുത്തത്. റൈസ് മാത്രമല്ല, അതിൻ്റെ കൂടെ ചിക്കൻ്റെ ഐറ്റംസ് എല്ലാം മിക്സ് ആക്കിയിട്ട് എടുത്തിന് കേട്ടോ. എല്ലാം ടേസ്റ്റി ആണല്ലോ, അടിപൊളി ഫുഡേനു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ജസ്റ്റ് സാവി കുറച്ച് മയങ്ങി. എനിക്ക് മയങ്ങാൻ പറ്റില്ലല്ലോ, ഞാൻ അവനെ നോക്കി കുറച്ചിരുന്നു. കുറേ സമയം ബ്രേക്ക് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഇത്രയും നല്ലൊരു എന്താ പറയുക, ഒരു ആസ്വദിച്ചിട്ട് ഇതിൽ നിന്ന് ഒരു പ്രോഗ്രാം ഇട്ട് ആദ്യമായിട്ടാണ് കേട്ടോ. പിന്നെ അവിടെ സ്വിമ്മിങ് പൂൾ ഉണ്ട്, അവിടുന്ന് കുറച്ച് ചുറ്റിക്കറങ്ങി, അവിടെ നല്ല ഉണ്ടായിന്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പാട്ട് പാടുക മാത്രമല്ല, പുറമേ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടി, നല്ല എൻജോയ്മെൻറ്റ് വന്നു. നമ്മൾ പാട്ട് പാടുമ്പോൾ മൈൻഡ് അടിപൊളിയായിരിക്കുമല്ലോ. അതുകൊണ്ട് പാട്ട് പാടേണ്ട അവസരമൊന്നും ആരും കളയാൻ പാടില്ല. ഇപ്പോഴും
എനിക്കത് മനസ്സിലായി. ആദ്യമൊക്കെ എനിക്ക് പാട്ടൊക്കെ പാടണം എന്ന് പറഞ്ഞാൽ ഞാൻ ബാക്കോട്ട് അടിക്കലാണ്. കാരണം നമുക്കാകെ ആ ഒരു എൻജോയ്മെൻറ്റ് മാത്രമേ ഇപ്പോഴുള്ളൂ എന്ന് മനസ്സിലായി. കാരണം ഞാൻ എവിടെയും ജോലിക്കൊന്നും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ആസ്വദിച്ചു ഈ ഒരു പ്രോഗ്രാം. സാവി ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ടീ ഒക്കെ കിട്ടി. പിന്നെ ഞാൻ കോഫി കുടിച്ചു. പിന്നെ അവിടുത്തെ ഒരു മോക്ക് ഭയങ്കര ഇഷ്ടമായി എന്നെ. അവൾ പറഞ്ഞ് സെൽഫി എടുത്തോട്ടെ. ഞാൻ സെൽഫിയൊക്കെ എടുത്തു. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു നെക്സ്റ്റ് പിന്നെ ലാസ്റ്റ് കുറച്ച് പാട്ടേ പാടേണ്ട വന്നിട്ടുള്ളൂ. അവർക്ക് ഫുൾ ഫാസ്റ്റ് ഐറ്റംസാണ് വേണ്ടുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫുൾ ഫാസ്റ്റ് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടിൽ പാടി. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പേയ്മെൻറ്റ് ബേസ്ഡ് മാത്രമൊന്നുമല്ല, ചാരിറ്റി ബേസ്ഡും പാടാൻ പോകുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും പ്രോഗ്രാം ഇതേപോലെ ചാരിറ്റി വൈസിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ട്രോപ്പ് തന്നെയുണ്ട്. ഞാൻ കോൺടാക്ട് നമ്പർ പിന്നെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കാം. സോറി. പിന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു എന്നാൽ ആ ഒരു പറയുന്നതിൻ്റെ ആ ഒരു സന്തോഷം കാരണം എനിക്കൊന്നും വാക്കുകളൊന്നും വരുന്നില്ല. അതുകൊണ്ടാട്ടോ സോറി. പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പാട്ട് കേട്ടോളൂ. ഇത് മറ്റേ നമ്മളെ മണീൻ്റെ പാട്ടില്ലേ, അത് എപ്പോൾ ഹൈലൈറ്റ് ആയിരുന്നല്ലോ. ജസ്റ്റ് ഞാനൊന്ന് കൂടി അവരോടെ അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ സൺഡേയ്സ്. കുറേ കാലം കൂടിയിട്ട് കിട്ടിയ ഈ പ്രോഗ്രാം ഞാൻ അടിച്ചു പൊളിച്ചു. പിന്നെ മാത്രമല്ല പിന്നെ ഈ ഒരു പോസിറ്റീവായിട്ടും ഡിപ്രഷൻ അതൊക്കെ കടന്നുപോയ ഒരുപാട് പെൺകുട്ടികളും സ്ത്രീകളും എല്ലാവരും തന്നെ ഉണ്ടാവും. അവരിപ്പോഴും കുട്ടീനെ നോക്കി വീട്ടിലിരിക്കുന്നവരും. നിങ്ങൾ കുട്ടീനെ നോക്കി മാത്രം വീട്ടിൽ കുത്തിരിക്കണ്ട. നിങ്ങൾക്ക് ഇതേപോലത്തെ നല്ല എൻ്റർടൈൻമെൻറ്റും ഉള്ള പിന്നെ കഴിവെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ പുറത്തിറങ്ങും. നിങ്ങൾക്കും എൻജോയ്മെൻറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ തന്നെയല്ലേ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പിന്നെ നമ്മൾ മടങ്ങി. പിന്നെ അത്ര വലിയ ബ്ലോഗൊന്നുമല്ല, ചെറുതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ കണ്ണൂരിൽ ഈ സ്പോട്ടും കാര്യങ്ങളും ഒക്കെ മനസ്സിലായില്ലേ. അപ്പോൾ പോകാത്തവർ പോകുക, വീട്ടിൽ തന്നെ കുത്തിരിക്കാതെ എൻജോയ് ചെയ്യുന്നേ. നമ്മുടെ ലൈഫല്ലേ, ആകപ്പാടെ ഒന്നല്ലേ ഉള്ളൂ. ഇതേപോലെയൊക്കെ തന്നെയാണ് എൻജോയ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ചെറിയ വ്ളോഗാണ്. ബൈ.